പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരുവിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് വിചിന്തനം ചെയ്യുന്ന വചനഭാഗം വിശുദ്ധ പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം, ക്രിസ്തുവിൽ നവജീവിതം. ആകയാൽ സഹോദരരെ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. ആകയാൽ സഹോദരരെ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവാൻ. ദൈവം നമ്മിൽ വസിക്കുന്നു. ദൈവം നമ്മിൽ വസിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ആലയമാകുന്നു. ആ ദൈവ ആലയം പരിശുദ്ധമായി സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി അർപ്പിക്കുവിൻ. അപ്പോൾ ഈ ലോകത്തിൻ്റെ രീതികളിൽ നിന്നൊക്കെ വിട്ട് ദൈവത്തിൻ്റെ മാർഗം അവലംബിച്ച് ദൈവത്തിന് പ്രീതികരമായ രീതിയിൽ നമുക്ക് ജീവിക്കണം. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. അപ്പോൾ കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവരല്ല, എൻ്റെ വചനം ധ്യാനിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ ക്രിസ്തു അനുയായികളെന്ന് കർത്താവ് തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്രിസ്തുവിന് എതിരായി ഒന്നും നമ്മൾ ചിന്തിക്കുവാനോ കാണുവാനോ കേൾക്കുവാനോ പ്രവർത്തിക്കുവാനോ പാടില്ല. അപ്പോൾ ഇതായിരിക്കണം നമ്മുടെ യഥാർത്ഥമായ ആരാധന. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. കാരണം ഈ ലോകത്തിനെ നമ്മൾ പ്ലീസ് ചെയ്യാൻ ശ്രമിച്ചാൽ അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ദൈവത്തിന് എതിരായിത്തീരും. ആവശ്യത്തിൽ കൂടുതൽ സമ്പത്ത് സ്വരൂപിച്ചു വെച്ച് അന്യൻ്റെ കണ്ണീരൊപ്പിയില്ലെങ്കിൽ അത് ഈ ലോകത്തിൻ്റെ നിയമമാണ്. കോടികളും ബില്യൺസ് അട്ടിയിട്ട് വെച്ചിട്ട് സാധുക്കളെ സഹായിക്കാതെ സാധുക്കളെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് അനിയന്ത്രിതമായ സ്വത്ത് സമ്പാദിച്ചു വയ്ക്കലും പാവങ്ങൾക്ക് ഉപകാരപ്രദമല്ലാത്ത മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ സഭ തന്നെ കെട്ടിപ്പടുക്കുകയും അത് ധനികർക്ക് വേണ്ടി ഉപയോഗിക്കുകയും ധനികർക്ക് മാത്രമേ അവിടെ പോകാൻ പറ്റുള്ളൂ, പാവപ്പെട്ടവർക്കൊന്നും അവിടെ പോകാൻ പറ്റില്ല. ഈ വക പരിപാടികളൊക്കെ ഈ ലോകത്തിൻ്റേതാണ്. ഒരു ആശുപത്രി നടത്തി എങ്ങനെ അതിൽ നിന്ന് നമുക്ക് വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഒരു സ്കൂൾ നടത്തി എങ്ങനെ അതിൽ നിന്ന് നമുക്ക് സ്കൂളോ കോളേജോ നടത്തി എങ്ങനെ അതിൽ നിന്ന് വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കാം. ആ ഒരു പ്രോഫിറ്റ് മോട്ടീവ് തന്നെ ദൈവത്തിന് എതിരാണ്. ന്യായമായത് നമുക്ക് നേടാം, പക്ഷെ അന്യായമായ പലിശയും
അന്യായമായ പ്രോഫിറ്റും കൊള്ള ലാഭം, എപ്പോഴും കള്ളത്രാസും കൊള്ളലാഭവും എല്ലാം ദൈവത്തിനെതിരാണ്. ഇതെല്ലാം നമ്മൾ വർജിക്കണം. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവൻ. അത് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്ന കാര്യമല്ല സാധാരണ മനുഷ്യർക്ക്. ചിലർക്കത് ഒരു ദിവസം കൊണ്ട് സംഭവിച്ചിട്ടുള്ള ഒത്തിരി വിശുദ്ധന്മാരുണ്ട്. പക്ഷെ സാധാരണ മനുഷ്യർക്ക് അനുദിനം വചനം പഠിക്കുകയും ധ്യാനിക്കുകയും പ്രഘോഷിക്കുകയും അതനുസരിച്ച് ജീവിതത്തെ കരുപിടിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന പ്രക്രിയ അനുദിനം അനുവർത്തിച്ചു വരുമ്പോൾ ക്രമേണ നമ്മൾ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടും. അപ്രകാരം സംഭവിക്കുമ്പോൾ ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. ഇറ്റ് ഈസ് വെരി വെരി സിമ്പിൾ ആൻഡ് സ്ട്രെയിറ്റ് ഫോർവേഡ്. ഈ ലോകത്തിന് അനുരൂപരായി ജീവിക്കാതെ ദൈവത്തിന് നിരക്കുന്ന കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ ചെലുത്തി അനുദിനം നവീകരണം പ്രാപിച്ച് നമ്മളെല്ലാവരും ക്രിസ്തുവിനോട് താതാത്മ്യം പ്രാപിക്കണം. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ ക്രിസ്തു അനുയായികളായി മാറുന്നത്. അപ്പോൾ ഈ ലോകത്തിന്മകളെ നമ്മൾ വെറുത്ത് ഉപേക്ഷിക്കണം. അപ്പം അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. അനുദിനം ക്രിസ്തുവുമായി താതാത്മ്യം പ്രാപിക്കുക. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥമായ ക്രിസ്തു അനുയായികൾ ആകുന്നത്. അപ്പോൾ പലപ്പോഴും നമുക്ക് സമ്പത്തൊക്കെ നമുക്ക് എതിരായിട്ട് വരും. സമ്പത്ത്, സുഖലോലുപത. കാരണം ക്രിസ്തു ഒരിക്കലും സമ്പന്നനായിരുന്നില്ല. ക്രിസ്തു അനുയായികളെ നമ്മൾ നോക്കിയാലും യഥാർത്ഥ ക്രിസ്തു അനുയായികൾ സമ്പത്തിനെ വെറുത്തിരുന്നു. അതിനെ ഒരു ശത്രുവായി, ഒരു ലൗകികമായ ഒരു ശത്രുവായിട്ടാണ് അവർ അതിനെ കണ്ടിരുന്നത്. അതിൻ്റെ ക്ലീൻ എക്സാമ്പിളാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസി, മദർ തെരേസ. ഇവരെല്ലാവരും സന്തോഷത്തോടെ ദരിദ്രരായി ജീവിച്ചവരാണ്. ദാരിദ്ര്യത്തെ മനസ്സ വാച കർമ്മണ ഉൽഗ്യവരാണ്. അതിൻ്റെ ഒരു ക്രിസ്തീയ വിശുദ്ധനൊന്നും അല്ലെങ്കിലും ഗാന്ധി ഒരു നല്ല ക്രിസ്തു അനുയായിയാണ്. അപ്പോൾ ഞാനവിടെ വായിച്ചതാണ്. അതായത് ഗാന്ധിജി ഭൂരിഭാഗം ഇന്ത്യക്കാരും ദാരിദ്ര്യത്തിൽ നടന്നപ്പോൾ, ആദ്യമൊക്കെ സൂട്ടും കോട്ടും ബൂട്ട്സും ഒക്കെ ഇട്ട് നടന്ന ആളാണ് ഗാന്ധി. പക്ഷെ ഇന്ത്യയിലെ ജനങ്ങൾ സാധാരണക്കാരുടെ ജീവിതം എങ്ങനെയാണെന്ന് മനസ്സിലാക്കി അതനുസരിച്ചിട്ടാണ് പുള്ളിയുടെ വേഷവിധാനമൊക്കെ മാറ്റിയത്. അപ്പോൾ ആദ്യം ഒരു മേൽമുണ്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഏതോ ഒരു സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത് തന്നെ ഒരു കുളമുണ്ട്. അവിടെ ഒരു ലേഡി കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ നോക്കിയിട്ട് ഈ ലേഡി മണിക്കൂറുകളോടെ അവിടെ നിന്ന് കുളിക്കുന്നു. അതിന്ന് കുളി അവസാനിപ്പിച്ച് പുറത്തേക്ക് വരുന്നില്ല. അപ്പം അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ലേഡി പറയുകയാണ്, എനിക്ക് എൻ്റെ നാണം മറയ്ക്കാൻ ഒരു തുണിയില്ല. അപ്പോൾ നിങ്ങളൊക്കെ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഇന്ന് പുറത്തേക്ക് വരാൻ സാധിക്കുകയില്ല. അപ്പോൾ ഗാന്ധിജി
ആ ഗാന്ധിജിയുടെ ആ മേൽമുണ്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഗാന്ധിജി ആ മേൽമുണ്ടും ഉപേക്ഷിച്ചു. അപ്പം ഇതൊക്കെ വളരെ സന്തോഷത്തോടു കൂടി ഉള്ള ഒരു കുരിശിനെ പുൽകലാണ്. അപ്പം നമ്മളൊക്കെ യഥാർത്ഥ ക്രിസ്തുവനുയായികളാകണമെങ്കിൽ നമ്മൾ നമ്മുടെ കാഴ്ചപ്പാടുകളെ തിരുത്തേണ്ടിയിരിക്കുന്നു, മാറ്റേണ്ടിയിരിക്കുന്നു. അപ്പോൾ ദാരിദ്ര്യത്തെ പുൽകണമെങ്കിൽ നമ്മൾ ദാരിദ്ര്യമുള്ള ഇടങ്ങളിലായിരിക്കണം വസിക്കുന്നതും, ദരിദ്രരെ പോലെ ആയിരിക്കണം നമ്മുടെ ജീവിതക്രമവും കാര്യങ്ങളും എല്ലാം. അല്ലെങ്കിൽ ഇതൊക്കെ വെറുതെ പ്രഹസനങ്ങളായി മാറിക്കൊണ്ടിരിക്കും. ശരി, അപ്പോൾ അടുത്ത് വായിച്ചൊരു പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുകയാണ്, ദാരിദ്ര്യത്തിനെക്കുറിച്ച് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു കൊച്ച് ദാരിദ്ര്യത്തിനെക്കുറിച്ച് എഴുതിയത്, ഞാൻ താമസിക്കുന്ന വീട്ടിലെ 4 ഡ്രൈവർമാരും ദാരിദ്ര്യമുള്ളവരാണ്, 3 വേലക്കാരും ദാരിദ്ര്യത്തിലാണ്, ഞങ്ങളും ദാരിദ്ര്യത്തിലാണ്. അപ്പം അങ്ങനത്തെ ഒരു കഥ നമ്മുടെയുമൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സഭയൊക്കെ നോക്കി ഏതാണ്ടൊക്കെ അങ്ങനെയൊക്കെ തന്നെ. എല്ലാം 5 സ്റ്റാർ ഹോസ്പിറ്റൽസും എൻജിനീയറിങ് കോളേജസും മെഡിക്കൽ കോളേജസും. ഇവിടെ ഒന്നും സാധാരണക്കാർക്ക്, സാധുക്കൾക്ക് പ്രവേശനം അത്ര ഈസി അല്ല. അപ്പോൾ എല്ലാവരും ആത്മശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. ഇപ്രകാരമൊക്കെ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ മിക്കവാറും അവിടെ ചെന്ന് കഴിയുമ്പോൾ ഞാൻ നിന്നെ അറിയുകയില്ല എന്ന ചോദ്യം അല്ലെങ്കിൽ എന്ന പറച്ചിൽ നമ്മൾ പലപ്പോഴും കേൾക്കേണ്ടി വരും. അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ആ പെരുന്നാൾ നടത്തി, ഞാൻ ഈ പെരുന്നാൾ നടത്തി, ഞാൻ ഓഡിറ്റോറിയം പണിയാൻ ഇത്ര കൊടുത്തു, ഞാൻ ഓഡിറ്റോറിയം AC ചെയ്യാൻ ഇത്ര കൊടുത്തു. പട്ടിണി പാവങ്ങൾക്ക് എന്ത് കൊടുത്തു എന്നതാണ് ചോദ്യം. ആത്മാവിൽ ദരിദ്രര് നിങ്ങൾ ഭാഗ്യവാന്മാർ, എന്തുകൊണ്ടെന്നാൽ ദൈവരാജ്യം നിങ്ങളുടേതാണ്. അപ്പോൾ സാധുക്കളെ, പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ആശ്ലേഷിക്കാത്തവർക്ക് ക്രിസ്തുവിനെ അനുഗമിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ അങ്ങനെ താതാത്മ്യം പ്രാപിക്കണമെങ്കിൽ നമ്മളിൽ ഈ ലോകത്തിൻ്റെ കളങ്കങ്ങളൊന്നും പാടില്ല. കാരണം ഈ ലോക നിയമങ്ങളെല്ലാം ഇതിന് എതിരാണ്. ഈ ഒരു തിരിച്ചറിവിലേക്ക്, ഈ ഒരു വിവേകത്തിലേക്ക് കർത്താവ് നമ്മളെ വിളിക്കുന്നു. അപ്പം ഇതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം കർത്താവ് പറഞ്ഞത്, ധനവാന്മാർ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക ദുഷ്കരം, ഒട്ടകം സൂചിക്കുഴയിലൂടെ പോകുന്നതാണ് അതിനേക്കാൾ എളുപ്പമെന്നൊക്കെ കർത്താവ് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവനുയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസം പള്ളിയിൽ പോവുകയും നല്ല ഫാൻ്റെ അടിയിലൊക്കെ ഇരുന്ന് ഇടയ്ക്ക് ഒരു കുർബാനയെ കൊള്ളലും, അതൊന്നും അല്ല. അതൊക്കെ ആ പ്രവൃത്തികളൊക്കെ നമ്മളെ വോളണ്ടറി ആയിട്ട് ത്യാഗങ്ങൾ സഹിച്ച് പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരെ തോളോട് തോൾ ചേർന്ന് അവരെ സ്നേഹിക്കുവാനും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും സാധിച്ചില്ലെങ്കിൽ നമ്മൾ ക്രിസ്തു അനുയായികളല്ല. അപ്രകാരം സംഭവിക്കുമ്പോഴാണ് കർത്താവ് നമ്മളിൽ ദ ക്രൈസ്റ്റ് മാനിഫെസ്റ്റ് ത്രൂ അസ്, നമ്മളിലൂടെ ജനം കർത്താവിനെ കാണുന്നത്. അപ്പം നമുക്കെല്ലാവർക്കും ബഹുദൂരം ഈ മാർഗത്തിലൂടെ സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. സമയം
വിരളമാണ്. നമ്മൾ വിചാരിക്കുന്ന അത്രയ്ക്കൊന്നും സമയമൊന്നും ഇല്ല. അതുകൊണ്ട് സദാ ജാഗരൂകരായി നമ്മുടെ സമയവും സമ്പത്തും കഴിവുകളുമെല്ലാം സാധാരണക്കാരായവർക്ക് ഗുണകരമായ കാര്യങ്ങളിലേക്ക് നമുക്ക് തിരിച്ചുവിടാം. അപ്രകാരം നമുക്ക് ദൈവത്തിന് പ്രിയങ്കരമായവരും ഈ ലോകത്തിന് വെറുക്കപ്പെട്ടവരും ആകാം. ഈ ഒരു തിരിച്ചറിവിലേക്ക് കർത്താവ് നമ്മളെ വിളിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമല്ലോ. ഗോഡ് ബ്ലെസ്.